വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ക്ലാസ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ആണ്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. നോക്കിയാലോ. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായിരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. അഗ്നിച്ചിറകുകളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇങ്ങനെ കുറിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ. ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത് 1931 ഒക്ടോബർ 15 രാമേശ്വരം, തമിഴ്നാട്ടിലാണ്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ നടക്കുന്ന സാഹചര്യങ്ങൾ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കൽ. ഉദാഹരണം, വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുമ്പോഴൊക്കെ എന്താണ് അരികുവൽക്കരണം അഥവാ മാർജിനലൈസേഷൻ നടക്കുന്നു. സമൂഹത്തിന്റെ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, അതുപോലെ തന്നെ ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ. വിദ്യാഭ്യാസവും കേരള നവോത്ഥാനവും. തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ ചേർക്കാൻ അയ്യങ്കാളി കൊണ്ടുവന്നപ്പോൾ സവർണജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള 1915. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിന്റെ പുതിയ പേരാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിൽ എല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ആശയം നൽകിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ആശയം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിക്കുകയും ചെയ്ത നേതാവാണ് അബ്ദുൽ ഖാദർ മൗലവി. വിദ്യയും വിത്തുമുണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തി ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് 1886-1986. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയുടെ പേര് ഡോക്ടർ മേരി പുന്നൽ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. EK ജാനകി അമ്മാൾ. ജനനം തലശ്ശേരി, കണ്ണൂർ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആദ്യ ഡയറക്ടർ ജനറലാണ് EK ജാനകി അമ്മാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. പത്മശ്രീ ലഭിച്ചു 1977. അടുത്ത ആളാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി റോസമ്മ പുന്നൂസ്. ഈ 3 പേരെ ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നിലമ്പൂർ ആയിഷ. 1935 നിലമ്പൂർ, മലപ്പുറം. മുസ്ലിം സമുദായത്തിൽ നിന്ന് നാടകത്തിൽ അഭിനയിച്ച ആദ്യ വനിത. ആദ്യ നാടകം ഇജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ 1953. ആത്മകഥ ജീവിതത്തിന്റെ അരങ്ങ്. SL പുറം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചത് 2008. നിലമ്പൂർ